ഹലോ, നമസ്കാരം. നമ്മുടെ ഹിമാലയൻ്റെ ടയറിൻ്റെ അവസ്ഥ ഉണ്ടോ? വേണമെങ്കിൽ നമുക്കിത് ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്ററൊക്കെ മാക്സിമം ചവിട്ടി പിടിച്ച് ഓട്ടിക്കാം. പക്ഷേ മഴയാണ്, 410 cc ഉള്ളൊരു വണ്ടിയാണ്, 300 കിലോ വെയിറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം നമ്മൾ പോകുന്ന സ്പീഡിൽ ചവിട്ടിയാൽ നിൽക്കണമെന്നില്ല. 2 തവണ ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും വണ്ടി ചവിട്ടി തെന്നി മാറിയ അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇനിയും നമ്മൾ ഈ ടയറും കൊണ്ട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയല്ല, ബുദ്ധിയല്ല. ഫ്രണ്ട് ടയർ ഓക്കെയാണ് കേട്ടോ. ഞങ്ങൾ വാഹനം എടുത്തതിന് ശേഷമുള്ള രണ്ടാമത്തെ ടയറാണ്. ഒന്ന് കമ്പനി ടയർ ഉണ്ടായിരുന്നു, അത് സിയറ്റ് ആയിരുന്നു. അതിനുശേഷം ഒരു അപ്പോളോ ഇട്ടു. ബാക്ക് ടയർ നിലവിൽ ഇപ്പോൾ കിടക്കുന്ന അപ്പോളോയാണ്. അപ്പോളോ മൂന്നാമത്തെ ടയറാണ്. അതായത് ഫസ്റ്റ് കിടന്ന സിയറ്റ് കമ്പനി ടയർ, പിന്നീട് 2 തവണ അപ്പോളോ മാറി. അങ്ങനെ നമ്മളിപ്പോൾ ടയർ മാറാൻ പോവുക. ഇനിയിപ്പോൾ സിയറ്റും അപ്പോളോ ഒന്നുമല്ല. ഞാനൊരു ടയർ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് മാക്സിസ് എന്ന ബ്രാൻഡിൻ്റെ ടയറാണ്. അപ്പോൾ നമുക്ക് ഈ ടയർ കാണുമ്പോൾ തന്നെ പേടിയാവും. ഒരു ട്രാക്ടറിൻ്റെ ടയർ പോലെ ആയിരിക്കും കേട്ടോ. വളരെ കല്ലനായിട്ടുള്ളൊരു സാധനം കേട്ടോ. വളരെ കട്ടിയുള്ള ത്രെഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ടയർ. മാക്സിസ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. നിലവിൽ 34,300 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഈ മാക്സിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വലിയ കമ്പനി കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ മെയിനായിട്ട് ഈ ടയർ മാറുമ്പോൾ ഇതിലൂടെ ടയർ മാത്രമേ കിട്ടുള്ളൂ. ട്യൂബ് നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം. ഒരു ട്യൂബിന് 450 രൂപയാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ടയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈസിൽ 120, 90, 17 സൈസിൽ കിട്ടുന്ന ട്യൂബിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്, 450 രൂപ. അപ്പോൾ നമുക്ക് ഈ മാക്സിസ് എന്ന ബ്രാൻഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ. ഈ മാക്സിസേ ലോകത്തിലെ 16ാമത്തെ വലിയ ടയർ നിർമ്മാണ കമ്പനിയാണ്. 1967 തായ്വാനിലാണ് ഇത് സ്ഥാപിതമാകുന്നത് കേട്ടോ. മാക്സിസ് എന്ന കമ്പനി നിലവിൽ ഷെങ്ഷിൻ റബ്ബർ ഇൻഡസ്ട്രിയുടെ കീഴിലാണ്, ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതായത് ഈ ബ്രാൻഡ് ആദ്യമായി സൈക്കിളുകൾക്ക് വേണ്ടിയാണ് ടയർ നിർമ്മിക്കുന്നത്. പിന്നീട് ഇവർ കാറുകൾക്കും ട്രക്കുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും വേണ്ടി ടയറുകൾ നിർമ്മിച്ച് ഇപ്പോൾ ലോകവ്യാപകമായൊരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. അങ്ങനെ വളരെ ശ്രദ്ധേയമായൊരു ബ്രാൻഡാണ് ഈ മാക്സിസ്. അധികം ആർക്കും അറിയില്ലെങ്കിൽ പോലും ഈ ഓഫ് റോഡ് ടയറുമായിട്ട് ബന്ധപ്പെട്ട റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർക്കെല്ലാം ഈ ടയർ, ഈ ഒരു മാക്സിസ് എന്ന ബ്രാൻഡിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ശരിക്കും എൻ്റെ ഈ മാക്സിസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും യൂസ് ചെയ്തതിന് ശേഷം അടുത്ത തവണ നമ്മൾ ടയർ മാറുമ്പോൾ നമുക്ക് എത്ര ലൈഫ് കിട്ടി, എന്താണ് ഇതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ എന്താണ് മൈലേജ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ട്യൂബിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 450 ആണ്. അപ്പോൾ നമുക്ക് ടയർ മാറുന്ന ബാക്കി കാഴ്ചകളൊക്കെ കണ്ടാലോ.
അങ്ങനെ നമ്മുടെ ഹിമ്മിയുടെ ടയർ മാറൽ ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. ശരിക്കും ടയർ മാറിയതിന് ശേഷം ഫ്രണ്ടിൽ അപ്പോളോയും ബാക്കിൽ മാക്സിസും ആയതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ബാക്ക് സൈഡ് ശകലം പൊങ്ങിയായിരിക്കും കേട്ടോ. അത് പുത്തൻ ടയറും കൂടെ ആയതുകൊണ്ടാവാം. ഫ്രണ്ടിലെ അപ്പോളോ ചെറുതായിട്ട് തേഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ടയർ മാറിയതിന് ശേഷം ഇനി വണ്ടിയുടെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം.